അതിരാവിലെ ഉച്ചല ഗംഗക്ക് നീക്കാതെ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ ഞാനിങ്ങോട്ട് നീച്ചു പോകുന്നത്. ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കില്ല ഭയങ്കര പണിയായിരുന്നു മക്കളെ. ഇന്ന് നല്ല പണിയായിരുന്നു കേട്ടോ. നല്ല ഉഷാറൻ ജോറൻ പണി തന്നെയായിരുന്നു. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പോരാത്തതിന് മുടിഞ്ഞ മഴയുണ്ടായിരുന്നു, നല്ല ഉഷാറൻ മഴയുണ്ടായിരുന്നു. ഒക്കെപ്പാടൊരു അലുക്കുലുത്ത് പരിപാടി തന്നെയായിരുന്നു ഇന്ന് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ചെറിയൊരു പരസ്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂട് അനിതാ സുബ്രഹ്മണ്യൻ. അങ്ങനെ നേരത്തെ കാലത്ത് നീച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പെലച്ചക്ക് നല്ല മഴയായിരുന്നു. പിന്നെ എങ്ങനെയാണ് പെലച്ചക്കൊക്കെ നീച്ച് ചായയും കടി ഉണ്ടാക്കുക? അങ്ങനെ മഴ കേട്ട് അല്ല ഉറങ്ങി നേരം വെളുത്തപ്പോത്തിന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു 6-6:30 ആയപ്പോഴാണ് കണ്ണ് ചിമ്മി നീച്ച് പോകുന്നത്. എന്തായാലും നീച്ച് വന്നല്ലേ ഞാൻ ചായയും കടി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് ഇന്നിപ്പം പത്തിരിപ്പൊടി ഇട്ടുകൊണ്ട് ഒരു അപ്പം ചൂടാന്നാണ് വിചാരിച്ചിട്ടോ. പച്ചരിയും കാര്യങ്ങളൊന്നുമില്ല, റേഷൻ കടയൊന്നും ഇപ്പോൾ കിട്ടണില്ല. അപ്പോൾ ഇപ്പം പച്ചരി ഒഴിവാക്കിയാണ്ട് പത്തിരിപ്പൊടി കൊണ്ടാണ് ഇപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ദോശയല്ല അപ്പം കേട്ടോ, ചീയപ്പം ചുടുന്നത്. പിന്നെ ഇന്നലെ വെച്ച് നമ്മളെ ഒരു ഫ്രഷ് മീൻ കൊണ്ടുള്ളൊരു വറ്റിച്ച് കറി വെച്ചിട്ടില്ലായിരുന്നോ, മീൻ നല്ല ഉഷാറായിട്ട് അവിടെ കുറച്ച് ബാക്കിയുണ്ട്. അതിലൊരു ഇത്തിരി വെള്ളം പറഞ്ഞിട്ട് ഇത്തിരി ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടാണ്ട് ഒന്നുകൂടി ചൂടാക്കി അപ്പത്തേക്ക് കൂട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ അപ്പം ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ മഴ പെയ്താൽ പിന്നെ മൂപ്പർക്ക് വല്ലാത്ത അങ്ങോട്ട് പണി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പണി ഉണ്ടോ ഇല്ലേന്ന് ഒരു നിശ്ചയവുമില്ല. ഏതായാലും ചായയും കടി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ വേഗം തട്ടിക്കുറഞ്ഞ് നീച്ചാണ്ട് ചായയും കടി ഉണ്ടാക്കട്ടെ ഞാൻ. വേഗം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചാറ്റൽ ചീറ്റലെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും ഈ നേരമായിട്ടും വന്നിട്ടില്ല കേട്ടോ. വിരുന്ന് പറഞ്ഞേക്കണ്ടെന്ന് ഇന്നലെ കമൻറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം വിരുന്ന് ഇതാ നമ്മളെ തറവാട്ടിലേക്കാണ് പോകണമെന്ന്. സത്യം പറയുകയാണെങ്കിൽ വിരുന്ന് എവിടേക്കും പറഞ്ഞേക്കാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പോകാതെ എന്താ പറയുക, ഓലൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പറഞ്ഞേക്കാതെ നിൽക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞേച്ചാൽ ഏതായാലും 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയൊന്നുമില്ല. വേഗം കൊണ്ടുവരണം. ഇന്ന് വൈകുന്നേരം തന്നെ ചെല്ലാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓല ഇന്ന് വൈകുന്നേരം കൊണ്ടുവരുന്നുണ്ട്. അപ്പം മക്കളെയൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഓരോരോ കേസും കൂട്ടൊക്കെ കണ്ടില്ലേ. അപ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കേട്ടോ, അവരോടൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക. അതാണിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താ ചോദിച്ചാൽ, ചായയും കടിയൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ആകുന്നുണ്ട്. അതിലാണ് നമ്മളെ വിറക് കീറാൻ ആൾക്കാർ വന്നത് കേട്ടോ. പണ്ടൊക്കെ അണ്ണാച്ചീനെ കൊണ്ടേന്നുമില്ല ഇങ്ങനെ വിറക് കീറിച്ചിരുന്ന ഒരു അണ്ണാച്ചി എന്താ ഈ കൊടാലി പിടിച്ചിട്ട് ഇങ്ങനെ വിറക് കീറാണ്ടോ എന്നൊക്കെ ചോദിച്ചത് കൂടെ പോലുണ്ട്. അപ്പം അങ്ങനെ കീറിക്കലാട്ടോ. ഇത്ര പൈസക്കാണ്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് എത്രയോ കീറിന അങ്ങനെ കീറലാണ്. പക്ഷെ ഇപ്പോൾ ഇതങ്ങനെ വണ്ടിയിലാണ് വരുന്നത്. ഒരു യന്ത്രമാണുള്ളത്. അപ്പം ഇപ്പോൾ ഇങ്ങനത്തെ യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടല്ലോ. അപ്പം അതിനാണ് ഈ ഭയങ്കര ഒച്ചയും വിളി കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒച്ചനോട് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ വാതിലൊക്കെ അടച്ചുകൂട്ടി അടുക്കളേൻ്റെ അപ്പുറം പോയി ഇരിക്കുകയായിരുന്നു പണി. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടാൽ തല ഇങ്ങനെ വേദന ആയാലും തുടങ്ങി കേട്ടോ. നമ്മൾ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് സൗണ്ടുകൾ വല്ലാതെ കേൾക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് അടുക്കളേൻ്റെ അപ്പുറം പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇരിക്കല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വിറക് കയറി കഴിയുമ്പോഴത്തേന് അട്ടിയിടാനുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് നന്നാക്കി എടുത്താൽ ഒരു സുഖമാകുമല്ലോ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇതാക്കണ കുറച്ച് വിറകുണ്ടായിരുന്നു കേട്ടോ. പഴയ കുറച്ച് വിറകുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ വിറക് ഉണ്ടാക്കിയിട്ടില്ല, മുന്നത്തെ കൊല്ലമാണ് നമ്മൾ വിറക് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ കുറച്ച് ഇതാക്കണം വലിയ വലിയ മുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടിട്ട് വേഗം അവിടെ ഒന്ന് തീ കൂട്ടിയാണ്ട് ഇടട്ടെ കേട്ടോ. വൃത്തിയാക്കാതെ അവിടെയൊക്കെ നല്ലപോലെ വൃത്തിയും മീൻസ് എന്താ വെച്ചാൽ അവിടെ നിറച്ച് ചെതലുണ്ട് കേട്ടോ. എമ്പാടും ചെതലാണ്. ഇനി പിന്നെ ആ ചെതലിൻ്റെ മേൽക്കൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കട്ടെ. അടിച്ചു വാരി കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പേപ്പറും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കട്ടെ. എന്നിട്ടാണ് നമ്മൾ പുതിയ വിറക് കൊണ്ടുവന്ന് അട്ടിയിടാനായിട്ട്. ഇന്ന് ഇപ്പം കാര്യമായിട്ട് അതാണ് പരിപാടി. അപ്പോൾ അതിന് പിന്നെ മഴ പെയ്തപ്പോൾ ഞാൻ വേഗം അകത്തേക്ക് കയറി വന്നിക്കണം കേട്ടോ. മഴയോട് മഴ അറിയാൻ നല്ല ഉഷാറ മഴ എന്നാണെന്ന് തോന്നുന്നു തുടങ്ങുന്നത്. പൂച്ച വരെ ഇതാക്കുന്ന ഒരു ഭാഗത്ത് കുത്തിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ വെട്ടിയിട്ട് നിന്നിട്ടോ. അതും ഉണ്ട് അവിടെ. ഇളനീരും അല്ല, ഒരു പ്രായപൂർത്തിയാകാത്ത തേങ്ങയായിരുന്നു കേട്ടോ. അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞിടാം. ലാസ്റ്റ് ഒരു കുത്തിയാണ്ട് അതിൻ്റെ തണ്ടോടുക്കല്ലേ കൊലയോടുക്കം ഇങ്ങോട്ട് പറിച്ച് കൊണ്ടുവന്ന് ഇട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ അവിടെ കിടക്കണത്. അത് ഒന്നിനൊന്നിനും പറ്റൂല. അരക്കാൻ പറ്റുമോ ചോദിച്ചാൽ അരക്കാൻ തിരക്കേടൊന്നുമില്ല, അത്രേ ഉള്ളൂ കേട്ടോ. കൊണ്ടുവന്നു നമ്മളെ വർഗമൊക്കെ കുത്തി കഴിഞ്ഞിട്ടോ. അയാൾ പോയി 1650 റുപ്യയായി. മണിക്കൂർ കണക്കിന് പൈസ എന്ന് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഇതൊക്കെ ഒന്ന് അട്ടി വിടണം. ഒക്കെ ഫുള്ള് മഴയത്താട്ടോ. ഫുള്ളും നമുക്ക് പുഴയിൽ നിന്ന് കിട്ടിയതാട്ടോ. പുഴയിലെ മരമാണ്.
പുഴയിൽ നിന്ന് കിട്ടിയ ഒലിച്ച് വരുന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ കാലം കൂടി അതാണ് ഇങ്ങനെ കറുത്ത് നിൽക്കുന്നത്. പുഴയത്തെ മരമൊക്കെയാണ്, പുഴേൻ്റെ മാട്ടുമ്മക്കൂട്ടുള്ള മരം അങ്ങനെയൊക്കെയാണ് കേട്ടത്. കത്തുമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കത്തിക്കൽ. ചിലതൊക്കെ നല്ല വർക്കുള്ളത്. അങ്ങനെ 2 അട്ടി വർഗത ഇതൊക്കെ നമുക്ക് അട്ടി വെക്കണം. അപ്പം അങ്ങനത്തെ പരിപാടിയാണെങ്കിലേ ആദ്യം ഞാൻ ചോറും കൂട്ടാൻ വെക്കട്ടെ കേട്ടോ. എന്നാൽ ഇതുമ്പോൾ കണ്ട് ഇറങ്ങിയാൽ പിന്നെ നോക്കണ്ടല്ലോ. അപ്പം ഞാൻ ചോറും കൂട്ടാൻ വെക്കട്ടെ ആദ്യം. വേറൊരു ചാർജർ ഉണ്ടായിരുന്നല്ലോ. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ് തിളപ്പിച്ച് വിട്ടാണ് കേട്ടോ. എന്നാൽ രാത്രിക്കത്തെ കുറച്ച് ചോറുണ്ടാവും, തിളപ്പിച്ച് വിട്ടണം. പിന്നെ ഉള്ളത് ഇതാണ് കണ്ടോ. ഇത് ഇന്നലെ മീൻ പിടിക്കാൻ പോയി വരണ്ടേന്നു ഈ സാധനം കേട്ടോ. ഇതിൽ എന്താണ്, ഇതെങ്ങനെ നന്നാക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഞാനത് യൂട്യൂബിലൊക്കെ നോക്കട്ടെ. ഇതിൻ്റെ നന്നാക്കാനില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ, കുറഞ്ഞൊരു 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കക്ക നന്നാക്കി കഴിയാൻ. പറയുമ്പോൾ സാധനം ഇത്തിരി വലിപ്പേ ഉള്ളൂ. 1.5 മണിക്കൂറല്ല 2 മണിക്കൂർ തന്നെ ആയി എന്നാണ് ഇപ്പോൾ ആ കൈ കൊണ്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ചാണ്ട് ഇതാണ് നന്നാക്കാൻ ഇരുന്നിട്ടുണ്ട്. നടുപ്പുറത്ത് കൂടെ ഒരു വേദന വരും വരെ അങ്ങോട്ട് നന്നാക്കി. ഏതായാലും കഴിഞ്ഞിക്കണം കേട്ടോ. അപ്പം ഇനി ഏതായാലും ഒന്ന് വെച്ച് നോക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെച്ച് നോക്കണത്. ഇതിൻ്റെ റെസിപ്പി ഇതാക്കണമെന്ന് കാണിച്ചു തരാം. തിന്ന് നോക്കിയപ്പോൾ രസമുണ്ട് എൻ്റെ ഒരു നിഗമനത്തിൽ രസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. തീരെ അറിയാത്തവർക്ക് ഇന്നെപ്പോലെ പൊട്ടന്മാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി പഠിച്ചോട്ടെ. അപ്പോൾ ആ കക്ക ഇതാക്കണം കുറേ നേരം ഇരുന്നിട്ട് ഞാൻ നന്നാക്കി എടുത്തതാണ് കേട്ടോ. അതിന് ഒരു ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പീച്ചെടുക്കുമ്പോൾ ഒരു ഇത് വരുമല്ലോ, അതിൻ്റെ കഷ്ടങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. നന്നപോലെ ഒന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം ഞാനൊരു മൺചട്ടിയല്ല, നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് വെക്കണത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട്, ചെറിയ ഉള്ളിയാണ് ഇതിൽ സാധാരണ വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഇവിടെ സംഭവത്തിലില്ലാത്തത് കൊണ്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റി കൊടുത്തിട്ട് ഉപ്പ്, മഞ്ഞൾ, അതേപോലെ തന്നെ മല്ലി, പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ചൊയ വേറൊരു ഇതിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നൊക്കെ അറിയാൻ പാടില്ല. ഏതായാലും ഞാൻ യൂട്യൂബിൽ കണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ആ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല ഉസാറായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ കുറഞ്ഞു പോലെ തോന്നിയപ്പം ഇത്തിരിയും കൂടി വെളിച്ചെണ്ണ എടുത്തിട്ട് മൂപ്പിച്ച് കൊടുത്തു. നല്ല ഉഷാറായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ വരുന്ന വരെ ആക്കിയെടുത്തു. അപ്പം ഞാനതിൽ കണ്ടപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നു കേട്ടോ. കക്ക ഫ്രൈ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ ഞാനാക്കി വന്നപ്പോൾ അതൊരുമാതിരി റോസ്റ്റ് പോലെയാണ് ആയി കിട്ടിയത്. അപ്പോൾ അവിടെയാണ് എനിക്ക് പകപ്പഴ വന്നത്, എനിക്കറിയാൻ പാടില്ല ഏതായാലും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവത്തിൽ ഉണ്ടാക്കിയത്. പിന്നെ ആ നന്നാക്കിയൊക്കെ വെച്ചിട്ടില്ല കക്ക ഉണ്ടല്ലോ, ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതാണെങ്കിൽ കുഞ്ഞതാണ് കേട്ടോ. ചെറിയ കക്കകളാണ്. കുറച്ചുകൂടി വലുതാണെങ്കിൽ രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും തിരക്കേടൊന്നുമില്ല, തിന്നാനൊക്കെ രസം ഉണ്ടായിരുന്നു. നന്നാക്കാനാണ് ഇത്രയും പാട്. അപ്പോൾ സംഭവം ഞങ്ങൾ കക്കൻ്റെ റോസ്റ്റ് തന്നെ പറയാം കേട്ടോ. ഫ്രൈയിൽ തുടങ്ങിയിട്ട് പിന്നെ റോസ്റ്റിലാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാക്കണം. ഇനി ഇതിൽ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കണില്ല. ഒന്നും ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ആ ചെറിയ തീയിലൊന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള പണികൾ ഇങ്ങനെയാണുള്ളത്. പിന്നെ ഞാൻ വർഗിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. വർഗുകാർ ഇതാക്കണ പോലെ പണികൾ കഴിഞ്ഞിട്ട് പോയിട്ടോ. 4 മണിക്കൂറിന് 1650 റുപ്യാണ് അവർ വാങ്ങിയിട്ടുള്ളത്. കുറവ് തന്നെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മളെ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റട്ടെ. ഏതായാലും ഇതാക്കണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല ഉഷാറ് മഴ പെയ്യുന്നുണ്ട്. ആ മഴയൊക്കെ ചോർന്ന് തീരുമ്പോഴത്തിന് നമുക്ക് അടുക്കളയത്തെ പണികളൊക്കെ തീർത്തിട്ട് വറുകട്ടിയിടാൻ പോകാമെന്നാണ് വിചാരിച്ചിട്ടോ. പിന്നെ ഒരു കയറി വരണ്ടല്ലോ അത് വിചാരിച്ചാണ്ട് അടുക്കളയത്തെ പണി അകത്തത്തെ പണിയൊക്കെ വേഗം ധൃതിപ്പെട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വറുകെട്ടുകാർ ഉഷാറായിട്ട് അതൊക്കെ കയറി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തട്ടിയിടാനാണ് ഉള്ളത്. ഇനിയിപ്പോൾ മൂപ്പര് ഇപ്പോൾ പുഴയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. വെള്ളം കുറഞ്ഞോ കൂടിയോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ കണ്ണനുണ്ട് ഇവിടെ. കണ്ണനോട് ആ വർഗ്ഗമൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോറായിട്ടുള്ളൊരു പണിയാണ് ഇന്നുള്ളത്. സത്യം പറഞ്ഞത് ഭയങ്കര പണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കക്ക റോസ്റ്റിനെ കക്ക ഫ്രൈ ആയിരുന്നു. പക്ഷേ നമ്മളാക്കി വന്നപ്പോൾ ഇത് റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി വെള്ളം കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്. ഏതായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, തിരക്കേടില്ലേന്നും. അപ്പോൾ ഇങ്ങനെ ഇതിന് വേറെയൊക്കെ വെക്കാൻ തോന്നുന്നുണ്ടല്ലേ. സംഭവത്തിലേക്ക് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊന്നും വെക്കലറിയില്ല. ആദ്യമായിട്ടാണ് ഇതൊക്കെ വെക്കണതും നന്നാക്കണതും തിന്നണതൊക്കെ ആദ്യമായിട്ടാണ്. യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് കഴിച്ചിലായി ഞാൻ. അങ്ങനെ കക്ക ഫ്രൈ ആയപ്പോത്തിന് ഇതാക്കണം ഉഷാറായിട്ട് ഞാൻ ചോറ് തിന്നട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും ഇത്ര ആയില്ലേ, ഏതായാലും ഇതാ മുട്ടറ്റ മുങ്ങി. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി ചോറും കൂടി തിന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ വർഗ്ഗട്ടിയിടലും അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ ഞാൻ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ഒരു പണി ഉണ്ടായത് കാരണം രാവിലത്തെ കുളിയൊക്കെ മുടങ്ങി കിടക്കുകയാണ്. ഇനി വൈകുന്നേരത്തെ ഒന്നായിട്ട് ഒരൊറ്റ ട്രിപ്പിൽ കുടിക്കാമല്ലോ.
അപ്പോൾ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു 12:45 അപ്പോൾ അതിന് ഞാൻ ചോറിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതും കൂടി കഴിഞ്ഞിട്ടാണ്ട് ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കയറണ്ടല്ലോ, പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ വന്ന് കറിയൊക്കെ ഇളക്കി ചോറിളക്കി അങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ അതിന് മടിച്ചിട്ട് ഞാൻ അടുക്കളത്തെ അകത്തത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം ഞാൻ എൻ്റെ പണികൾക്ക് ഇറങ്ങണുള്ളൂ കേട്ടോ. ആ വറുക കട്ടിയിടാൻ ഇറങ്ങണുള്ളൂ. അപ്പോൾ ചോറീറ്റം കൂടി അതിലില്ലതാണല്ലോ. അപ്പോൾ പള്ളയിലാക്കാൻ അല്ലത് കൂടി പള്ളയിലാക്കിയപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ സമയമൊന്നും ആയിട്ടില്ല, 1:05 1:10 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേഗം പോയിട്ട് വറക് പോയി അട്ടിയിടട്ടെ കേട്ടോ. ഇഷ്ടംപോലെ വറകുണ്ട്. ഇതാക്കുന്നത് നല്ല കീറ് വറകാണ്. പുഴയത്തെ വറകായതുകൊണ്ടാണ് ഈ ഒരു കറുത്ത കളർ ഇട്ടത്. കുറേ പുഴയിലൊക്കെ കിടന്നിട്ട് അങ്ങനെ പിന്നെ പുഴേൻ്റെ മാട്ടുമത്തെ കുറച്ച് വറകുകളുണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ പൊതുവേ ഞാനിങ്ങനെ വറകിന് പോകലില്ല കേട്ടോ. മൂപ്പര് തന്നെയാണ് പകുതി മുക്കാലും വറക് കൊണ്ടുവന്ന് തരല്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ വലിയ മുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മൂപ്പര് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി പണി എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി പണിയും കൂടെ എടുക്കട്ടെ. ഇതിപ്പം ഇനിയിപ്പോൾ ഷീറ്റ് വെക്കാണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ആ 4 കല്ലുമ്മലും വെച്ചാലാണ് ചെതൽ കയറാതെക്കുക. അതാണ് വിശ്വാസം. എന്താ വെച്ചാൽ എങ്ങനെ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചെതലിന് കയറാൻ വിചാരിച്ചാൽ ചെതൽ ഏത് വൈക്കും കൂടി കയറും കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഓൾക്കൊരു മറയൊന്നും ആവില്ല അത്. അപ്പം നമ്മളെ സമാധാനത്തിന് വെക്കുക എന്ന് മാത്രം. അങ്ങനത്തെ ക്യാമറ അവിടെ കുത്തിച്ചാരി വെച്ചാണ്ടാണ് ബാക്കി പരിപാടികൾ എടുക്കുന്നത്. പിന്നെ ഇതാ ക്ഷീണം കുറച്ചുകൂടി കൂടിയപ്പോൾ ഞാൻ വേഗം കുറേ ആ താഴെ ഭാഗത്തിലൊക്കെ ഞാൻ അട്ടിയിട്ടിട്ടു. അപ്പോൾ അതിന് മൂപ്പര് വന്ന് ബാക്കിയുള്ള പണി അട്ടിയിട്ടുള്ള മൂപ്പര് കണ്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് കുറേ കണ്ണനും അതേപോലെ തന്നെ മൂപ്പരും കൂടിയാണ്ട് ചാക്കിലൊക്കെ കെട്ടി വലിച്ച് ഇവിടെ ഈ ഒരു താഴത്ത് കൊണ്ടുവന്നിടും. ബാക്കി ഞാൻ അട്ടിയിടും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ കണ്ണൻ പോയിട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ കണ്ണൻ പോയി. മക്കളെ കൊണ്ടുവരാനായിട്ട് വിളി വന്നു. അപ്പോൾ ഇന്നാണ് വിരുന്നൊക്കെ പോയിട്ട് വരുന്നത്. അപ്പോൾ ഓൻ കുളിക്കാനായിട്ട് പോകുകയാണ്. ഓൻ കുറേ വറുക് വാരി ഇപ്പുറത്ത് കൂടെ ഇട്ടു. അപ്പുറത്ത് മഴയത്തേന്ന് ഫുള്ള് വറുക്. ഇനി മഴ കൊള്ളിച്ചാലൊരു നമ്മൾ കീറി വറുക് മഴ കൊള്ളിച്ചാൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടേക്കാരം കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ അടിക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇനിയുണ്ട് പിന്നെ ആ ചീളല്ല വലിയ വറുക് എടുക്കുക നമ്മൾ ആദ്യം ചീള മേലെ കൂടെ വെക്കാം. എന്തിനാണ് ഈ ബക്കറ്റ് മുഴുവൻ? അപ്പം ഇതൊന്നും മഴ കൊണ്ടല്ല കേട്ടോ. ഇതൊക്കെ ഇതാക്കണ വിയർപ്പാണ്. ആകപ്പാടെ വിയർത്ത് കുളിച്ചു. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇങ്ങനെ വിയർത്തിട്ട് പണിയെടുക്കലുള്ളൂ. മേലിറങ്ങി പണിയെടുക്കണത് ഇജാതി ഇതാക്കണ അല്ലാക്കിൻ്റെ രാവിലെ കഞ്ഞീൻ്റെ പണിയൊക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതാ വല്ലാതെ വിയർക്കലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാക്കണം വിയർത്ത് കുളിച്ച് അകപ്പാട് ക്ഷീണിതയായിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കുറച്ചേ വീഡിയോ എടുത്തിട്ടുള്ളൂ. എല്ലാത്തും കൂടി വീഡിയോ എടുക്കാൻ നിൽക്കുമ്പം ഇതാക്കണം ഈ ഒരു ദിവസം പോരാ. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വർഗട്ടിട്ടിൽ കഴിഞ്ഞു. അതിൻ്റെ ചുറ്റുഭാഗം ഷീറ്റ് ഇട്ട്. കാരണം എന്താ ഷീറ്റിൽ വരുമ്പോൾ നല്ലപോലെ നമ്മൾ വർഗ് നനയരുതല്ലോ. ഇനിയിപ്പോൾ ഇല്ല പണി ഇതാക്കണം അടിച്ചു വാരി നന്നാക്കലാണ് കേട്ടോ. അകത്തിൽ ഏതായാലും ഒരു പണികളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പുറത്തു കൂടെ അല്ല കുറച്ച് പണികളുണ്ട്. ഇതാക്കണം അടിച്ചു വാരി നന്നാക്കണം. കുറേ തീയിടാനുണ്ട്. അങ്ങനെ മഴക്കാലം വരുമ്പോൾ തന്നെ എല്ലാതും റെഡിയാക്കി വെക്കണമല്ലോ അല്ലേ. നല്ല പോലെ വറകും ചുള്ളലും അതേപോലെ തന്നെ ഓലക്കോടിയൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ വർഗമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് ഇടട്ടെ. അപ്പോൾ അവിടെയൊക്കെ ആ മഴ പെയ്യുമ്പോൾ വരിവെള്ളം വന്നിട്ടേ വല്ലാതെ അങ്ങോട്ട് കുഴിയാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തൂർത്ത് വരികയാണ്. വല്ലിങ്ങനെ തള്ളങ്ങ ആ ഞാനേ മേഘം വീഡിയോ എടുക്കാം. ഓ മഴക്കാറെന്നൊക്കെ പറയണ്ട എനിക്ക് വീഡിയോയില് ആണോ വേണ്ടേ? ഓ കുട്ടാപ്പിൻ്റെ ഓ കുട്ടാപ്പിൻ തിളങ്ങ. ഓ കുഞ്ഞുമാമ റെഡിക്ക് നടക്കി വീഡിയോ എടുക്ക. സാസ്കിയ ഇങ്ങനൊക്കെ പറഞ്ഞ എങ്ങനെ കണ്ട് വന്നാലേ ഓ വീഡിയോ എടുക്കലോട്
ഓ മാക്സി കുറച്ച് പൊന്തിച്ചാളി ഇവിടുന്ന് ഇങ്ങനെ പൊന്തിച്ചാളി ഇങ്ങനെ ഓ ആ ചെരുപ്പൊന്ന് വീഡിയോ എടുക്കട്ടെ നല്ല ചെരുപ്പാട്ടോ മറ്റേ ആഫ്രിക്കത്തെ ചങ്ങായില്ലേ ഇതൊക്കെ കര കോമഡിയിലിടുക ഉറപ്പിച്ചോളി അന്നുണ്ടും വെളിയേച്ച് ചോർന്നനെ അതല്ലേ മുട്ടം ഞങ്ങക്ക് പഴയകാലോ പോയില്ലെന്നോ കുളിക്കാനാണ് പഴയക്കോണത് അറിയോ നമുക്ക് അടുത്ത അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മുറ്റൊക്കെ റെഡിയാക്കി അടിച്ചു വാരി വൃത്തിയാക്കി വീടിൻ്റെ ചുറ്റുഭാഗം അടിച്ചു വാരി വൃത്തിയാക്കി ഞങ്ങൾ രണ്ടാളും കൂടി ആ ഒരു പണിക്കാട്ടോ വൃത്തിയാക്കാൻ പിന്നെ മൂപ്പരെ കഴിഞ്ഞിട്ട് ജോലികളൊക്കെ ഇവിടുന്ന് പാറമക്കല്ലേ ഇവിടെ കല്ലുണ്ടായിന് ഞങ്ങൾ പാറമൊക്കെ കുളിക്കാൻ പോവാട്ടോ അയ്യൻ്റെ അമ്മോ വയ്യാണ്ടായി ഇവിടുന്ന് കുളിക്കാം ഫോണൊന്ന് ഓർന്ന് ഞാൻ എൻ്റെ ഓർന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുപ്പിയോ കവർ തുറന്നിക്കണ ഞാനേ അവിടെ മീൻപിടുത്തക്കാരനുണ്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കുളിക്കാനായിട്ട് അതിൽ നിങ്ങൾ കയ്യിലല്ല നിങ്ങൾ കണ്ണ് കാണില്ലേ ഞങ്ങൾ ഇതാക്കണ ഒരു മുങ്ങിക്കൂടി പാസ്സാക്കട്ടെ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് കൂടി ചെയ്തില്ല ഷെയർ കൂടി ചെയ്യാം കേട്ടോ ബൈ